ഈ പരാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. എന്റെ പ്രശ്നം, ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലെ, ഈ വ്യക്തിയിൽ നിന്ന് പോലും എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭീകരമാണ്, ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കോളേജ് കുട്ടികളെ മനഃപൂർവ്വം ഇറക്കി അവിടെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച ആളുകളുണ്ട്. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ? 100% ജെന്യുവിൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. എന്നെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ചീമുട്ട എറിയും. എന്തിന്റെ പേരിലാണ് ചീമുട്ട എറിയുന്നത്? എനിക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് അതെനിക്ക് ഏറ്റവും അതിശയമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളാണ് ആദ്യം പറയുന്നത്. വീണ്ടും ആ വിവാദങ്ങൾക്കൊക്കെ ശേഷം ഒരു ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന ഒരു ഉദ്ഘാടനത്തിന് പാലക്കാടാണ് എത്തിയത്. പാലക്കാടാണ്. അതിൽ ഏറ്റവും ആകർഷണമായി തോന്നിയത് ഒരുപാട് സ്കൂൾ കുട്ടികള് അങ്ങനെ കണ്ട് ഓടി എത്തി എന്നുള്ളതാണ്. അതെ, സ്കൂൾ കുട്ടികളല്ല, കോളേജ് കുട്ടികളാണ്. അതിന്റെ അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കോളേജിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നു നിന്നതാണ്. അത് തന്നൊരു സന്തോഷം ഉണ്ട്, കാരണം അത്രയും ആളുകള് വീണ്ടും മണിയെ കാണാൻ എത്തി എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് അല്ലെങ്കിലും നമ്മൾ ഈ പലപ്പോഴും ഈ സോഷ്യൽ അറ്റാക്കിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവുമ്പോഴും എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആളുകൾ ചോദിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ഈ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പം പബ്ലിക്കുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അവിടെ ഇതുമായി യാതൊരു രീതിയിലും നമുക്കൊരു കണക്ഷൻ തോന്നില്ല. അതൊരു വേറൊരു ലോകം തന്നെയാണ്. അപ്പൊ അത് സാധാരണ മനുഷ്യരാണ് അവിടെ വരുന്നത്. അതായത് റിയൽ വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും അവിടെയുള്ള മനുഷ്യർ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത് പോലല്ല. അവരെപ്പോഴും ഏറ്റവും സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഏറ്റവും സ്നേഹവും അവരുടെ ഏറ്റവും വില പിടിച്ച സമയം നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു വെയിലത്തൊക്കെ ആയിരിക്കും അങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. അത്രയും ഒരു സ്നേഹം എപ്പോഴും കാണിക്കാറുണ്ട്. പലപ്പോഴും ആളുകൾ പറയും അവിടെ നിൽക്കുന്ന ആണുങ്ങൾ മാത്രമേ വരുള്ളൂ എന്നൊക്കെ. അവിടെ എന്റെ ഏതൊരു വീഡിയോ നോക്കിയാലും അറിയാം, പ്രായമായ അമ്മമാർ തൊട്ട് കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാ ആളുകളും വരാറുണ്ട്. എല്ലാവരും ഒരേപോലെ സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. അത് ഇപ്പൊ ഇത്രയും വിവാദത്തിന്റെ ഇടയിൽ നിന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു ക്യാമ്പയിൻ പോലെ ഒരു കുറച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചീമൊട്ട എറിയും, അതാണ് ഇതാണ്, ആരും വരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിരുന്നു. വലിയ സംഭവമൊന്നും അല്ല ഇത്, നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ വന്ന് എഴുതുമായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇനോഗ്രേഷന് പോകുമ്പോൾ എനിക്കറിയാം നമ്മളതിന്റെ ഒരു നേരായ ഒരു ചിത്രം തന്നെയാണ് കാണുന്നത്. അത്രയും സ്നേഹമാണ് അവര് നമ്മളവിടെ ചെല്ലുമ്പം കാണിക്കുന്നത്. അതും ഇതും ഈ വെർച്വൽ വേൾഡും തമ്മിൽ എന്താ പറയാ, യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്ക് അങ്ങനെയുള്ള ചടങ്ങുകളിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. അതെ, അത് ആ ഒരു നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നല്ലോ, അതായത് ആരും വരില്ല, ഞങ്ങൾ അവിടെ വരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ധൈര്യം ഉണ്ടല്ലോ, ആ സമയത്തും തോന്നിയിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ചെറിയൊരു സാധനം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ നമുക്ക് ഇതുവരെയും എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമന്റിൽ എഴുതുന്ന ആളുകളൊന്നും നമ്മൾ റിയൽ ലൈഫിൽ കാണില്ല എന്നുള്ളതാണ്. ഈ കമന്റ് എഴുതുന്ന ആളുകൾ അതിനുള്ളിൽ മാത്രം ഇരുന്ന് അവിടെ അതിനുള്ളിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ റിയൽ ലൈഫിലോ റിയൽ വേൾഡിലോ ഇറങ്ങി നടക്കുമ്പം തീർത്തും വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് കൈതരും. അന്നായിരുന്നു കേട്ടോ, നല്ല ബോൾഡായിട്ടുള്ള തീരുമാനമാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ സാധാരണ ചേച്ചിമാരും ചേട്ടന്മാരും ചില ചേട്ടന്മാരൊക്കെ എനിക്ക് 2 പെൺമക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാം അവര്. നമ്മള് വെറുതെ ഇങ്ങനെ പുറത്തോടൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ അതൊക്കെ നമ്മള് ഈ സോഷ്യൽ മീഡിയ അല്ല അതിന്റെ റിയാലിറ്റി എന്നുള്ളതിന്റെ ഒന്നും കൂടി നമുക്കൊരു ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നിരിക്കുകയാണ്, ശ്രദ്ധിച്ചിരുന്നു? കാരണം അത് കോളേജ് കുട്ടികളെ മനഃപൂർവ്വം ഇറക്കി അവിടെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച ആളുകളുണ്ട്. പിന്നെ നെഗറ്റീവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ? ഉദ്ഘാടനം കാണാൻ വരുന്നത് മനുഷ്യരല്ലേ? അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, വലിയ ആളുകളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, നല്ല പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. കോളേജ് കുട്ടികളോ സ്കൂൾ കുട്ടികളായാലും അവരും മനുഷ്യർ തന്നെയല്ലേ, അല്ലാന്നില്ലല്ലോ. അതുപോലെ അതിലൊരു പോസിറ്റീവ്, അതിന്റെ ഇടയിൽ കണ്ട ചില പോസിറ്റീവ് കമന്റുകളാണ്. കാരണം ഹണി ഒരിക്കലും പേടിച്ച് പിന്മാറിയില്ലല്ലോ, ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്തും. ഒരു റീസൺ എന്താണെന്നറിയാമോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ മുന്നോട്ട് വെച്ച കാര്യവും ഭയങ്കര ജെന്യുവിൻ ആണ്. 100% ജെന്യുവിൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. ഇതെല്ലാം പുറത്ത് കിടക്കുന്ന വിഷയങ്ങളാണ്.
ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യം പോലും അല്ല അത്. ഒരു വാക്ക് പോലും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതിൽ. പക്ഷെ എന്നിട്ടും ഈ പരാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. എന്റെ അടുത്ത് എന്നെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങള് എന്താ പറയാ ആരും വരില്ല, അല്ലെങ്കിൽ ചീമുട്ട എറിയും. എന്തിന്റെ പേരിലാണ് ചീമുട്ട എറിയുന്നത്? ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മള് ഒരു പരാതിക്കാരിയായി മാറിയപ്പോഴാണ് നമ്മൾ അപ്പൊ ഞാൻ വിചാരിക്കണം, എനിക്ക് ഇത്രയും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടില് സാധാരണ പെൺപിള്ളേരുണ്ടല്ലോ, ചിലപ്പോൾ അവർക്ക് ഫാമിലിയിൽ നിന്ന് പോലും വലിയ സപ്പോർട്ട് കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, എന്തെങ്കിലും ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, അപ്പൊ അവരെങ്ങനെ അവർ ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾ ആ സമയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരണം. എനിക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ആളുകൾ മുമ്പോട്ട് വരിക? പരാതിക്കാരി എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയൊക്കെ, അവരുടെ യോഗ്യത എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ യോഗ്യത എന്താണ്? ശരി, നിങ്ങൾ മാന്യമായിട്ടാണോ വസ്ത്രം ധരിച്ചിരുന്നത്? അപ്പൊ എന്റെ പ്രശ്നം, ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പിന്നെ ചിലർ പറയുന്നു, നിങ്ങൾ കറക്റ്റ് സമയത്ത് പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ, ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണോ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന പരാതി എന്താന്ന് പോലും മനസ്സിലാക്കാതെ 4 മാസം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് പിന്നെ എന്തിനാ ഇപ്പം കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല അതായത് കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് ഇട്ടേക്കുന്നത്, പിന്തുടർന്ന് എന്നുള്ളൊരു വാക്കും കൂടി ഉണ്ട് അവിടെ. ഒന്നും മനസ്സിലാക്കാതെ നമ്മളൊരു പരാതിക്കാരി എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കുറച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം കേട്ടോ, നോട്ട് ഇൻ റിയൽ ലൈഫ്. വീണ്ടും പറയാണ്, ഒരിക്കലും റിയൽ ലൈഫിൽ ഒരു വ്യക്തി പോലും അയ്യോ അത് ഒന്നും കൂടെ നിങ്ങൾ ആലോചിക്കണമായിരുന്നല്ലോ, അങ്ങനെ ഒരാൾ പോലും നമ്മുടെ സംസാരിച്ചിട്ടില്ല. എത്രയോ ആളുകളെ നമ്മളിങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കാണുകയാണ്, എന്തൊരു സ്നേഹമാണെന്ന് ചോദിച്ചാൽ അത്രയും സ്നേഹമാണ് അവർ കാണിക്കുന്നത്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. ഇത് ചില സ്ത്രീകളും ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ചില സ്ത്രീകൾ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കുന്നു, എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് സ്ത്രീകൾ പോലും ചോദിക്കുന്ന ഒരവസ്ഥ നമ്മുടെ അവരുടെ ഭാഗത്ത്. അതാണ് ഏറ്റവും അതിശയം, അതാണ് എനിക്ക് ഏറ്റവും അതിശയം. കാരണം ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തന്നെ ബാക്കി പല സ്ത്രീകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ല ഈ വ്യക്തിയിൽ നിന്ന് പോലും ഞാൻ എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പരാതിയുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് അതാ പറഞ്ഞ ആ ഒരു ജഡ്ജ്മെന്റ് ഭീകരമാണ്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ആ പരാതിക്കാരനോട് പറയുന്നില്ല നിങ്ങളത് ചെയ്തത് മോശമായി, നിങ്ങളത് ചെയ്യരുതായിരുന്നു, അതും ഭയങ്കര മോശമായി എന്ന് അവർ പറയുന്നില്ല. പരാതി കൊടുത്തു എന്ന് അറിയുമ്പോഴേ എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല, 1 വർഷം മുമ്പ് നടന്നൊരു കാര്യത്തിൽ ഇപ്പൊ പരാതിപ്പെടാൻ നിൽക്കരുത്, ഇങ്ങനെയൊക്കെയാണ്. അത് സ്ത്രീകളും കൂടെയാ പറയുന്നത്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ആ ഒരു കാര്യം. നമ്മൾ പരാതി കൊടുക്കുന്നത് ചിലപ്പോൾ എല്ലാ ആളുകളും ഒരേപോലെ പ്രതികരിക്കണം എന്നില്ലല്ലോ. ഈ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്ന, നമ്മൾ സ്വിച്ച് ഇടുന്നത് പോലെ പ്രതികരിക്കാൻ പറ്റുന്ന സിസ്റ്റം ആയിരിക്കില്ല നമ്മുടെ തലയും നമ്മുടെ ബ്രെയിനും. അങ്ങനെ മാനസികാവസ്ഥ ഒന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷെ നമ്മള് വ്യക്തമായിട്ട് അതാണ് ഒരു കേസ് കൊടുക്കുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ലാതെ എങ്ങനെയെങ്കിലും അവരെ പിന്തിരിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും നോക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും അതെനിക്ക് ഏറ്റവും അതിശയമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളാണ് ആദ്യം പറയുന്നത്, നിങ്ങൾക്ക് നേരത്തെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് എന്തൊരു ജഡ്ജ്മെന്റ് ആണെന്നാണ് സത്യം പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ആരാണ് അങ്ങനെ ഒരു ഡ്യൂറേഷൻ ഉണ്ടോ നമ്മളൊരു പരാതി കൊടുക്കുന്നതിന്? ഇന്ന സമയത്തിനുള്ളിൽ കൊടുത്താൽ മാത്രമേ അതിന്റെ വീര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉണ്ടോ? അതെനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.